നരസിംഹനും. വെൽക്കം ടു മൈ ചാനൽ മിത്രു ആൻഡ് മിതു സിസ്റ്റർ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ രാമായണ മാസമല്ലേ, രാമന്റെ മാതൃഭക്തി എന്ന വിഷയത്തിൽ നമുക്കൊരു പ്രസംഗം കേട്ടാലോ? എന്നാൽ വരൂ വീഡിയോയിലോട്ട് പോകാം. ആദരണീയ സദസ്സിന് നമസ്കാരം. ധന്യമായ ഈ രാമായണ മാസത്തിൽ രാമന്റെ മാതൃഭക്തി എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. മാതൃഭക്തി എന്നാൽ മാതാവിനോടുള്ള ഭക്തി എന്ന അർത്ഥം. രാമനെ സംബന്ധിച്ചിടത്തോളം മാതൃഭക്തി എന്നാൽ മാതാക്കളോടുള്ള ഭക്തി എന്ന അർത്ഥം കിട്ടും. രാമായണ കാവ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. ഉത്തമപുത്രൻ എങ്ങനെയാവണമെന്ന സന്ദേശം സ്വജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്ത ധന്യാത്മാവാണ് രാമൻ. കൗസല്യാദേവിയുടെ ജന്മസാഫല്യം എന്ന നിലയ്ക്കാണ് ആദികവി രാമനെ അവതരിപ്പിച്ചിരിക്കുന്നത്. രാമൻ എന്ന പുത്രനെ നമുക്ക് കാട്ടിത്തരുന്ന ചില കാവ്യ സന്ദർഭങ്ങൾ പരിശോധിക്കാം. നിത്യേന സന്ധ്യാവന്ദനത്തോടൊപ്പം മാതൃപാദ പൂജ നടത്താൻ രാമൻ ഒരിക്കലും മറന്നിരുന്നില്ല. രാമായണ കഥയ്ക്ക് തന്നെ വഴിതിരിവായ കൈകേയി മന്ദരയോട് പറയുന്ന വാക്കുകൾ നോക്കൂ. രാമനു കൗസല്യാദേവിയെക്കാളുമെന്നെ പ്രേമമേറും ന്യൂനമില്ലൊരു സംശയം. എല്ലാ അമ്മമാരെയും ഈശ്വരസ്ഥാനത്ത് കണ്ട് ധർമ്മപരിപാലനം ചെയ്യാൻ രാമന് കഴിഞ്ഞു വന്നതിന്റെ തെളിവാണ് ഈ വാക്കുകൾ. അമ്മമാർക്ക് ഇച്ഛാഭംഗം വരുത്തുന്നതൊന്നും രാമൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല. ഹൃദയഭേദകമായ ഒരു രംഗം വിച്ഛിന്നാഭിഷേക ഭാഗത്തിൽ നിന്നും ഉദ്ധരിക്കാം. പുത്രദുഃഖത്താൽ വിവശയായ കൗസല്യാദേവിയെ രാമൻ സമാശ്വസിപ്പിക്കുന്നു. ആത്മാവിനെ അറിയാത്തവരെ പോലെ എൻ്റെ അമ്മ ആത്മാവിന് പീഡ നൽകരുത്. സർവജ്ഞയായ എൻ്റെ അമ്മ സുഖമായിരിക്കൂ. അമ്മയുടെ അനുഗ്രഹത്തോളം വലുതായ എന്തു ശക്തിയാണ് എനിക്ക് വേണ്ടത് എന്നെല്ലാം സൗമ്യനായി ചോദിക്കുമ്പോൾ രാമന്റെ കണ്ടം വിടർന്നത് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നു. കരുത്തരായ ശത്രുക്കളുടെ മുന്നിലല്ല, മാതൃഭക്തിയുടെ കരുത്തിനു മുന്നിലാണ് രാമന്റെ ശിരസ് കുനിഞ്ഞത്. മാതാവു മോദാലനുഗ്രഹിച്ചിടുകിൽ ഏതുമേ ദുഃഖവും എനിക്കില്ല എന്ന് പറയുന്ന രാമൻ മാതൃഭക്തിക്ക് മകുടോദാഹരണമാണ്. നന്ദി, നമസ്കാരം.